ഹായ് ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇതൊക്കെ എല്ലാവരും വിശേഷങ്ങളും എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാവട്ടെ, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ ഒരാഴ്ച മുന്നേ നമ്മളെ വെഡ്ഡിങ് ആനിവേഴ്സറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് നമുക്ക് ഇക്കയും മോനും അനിയത്തിമാരൊക്കെ കൂടി കുറച്ച് സർപ്രൈസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. കുറേ വർഷങ്ങൾക്കൊക്കെ ശേഷം സർപ്രൈസ് അങ്ങനെ അങ്ങോട്ട് കിട്ടിയിട്ടൊന്നും ഇല്ല കേട്ടോ. ഒരു കുഞ്ഞതാണെങ്കിലും നമ്മൾക്ക് വെഡ്ഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു ചോക്ലേറ്റ് ആണെങ്കിലും സർപ്രൈസൊക്കെ കിട്ടുമ്പോൾ നമുക്ക് നല്ല സന്തോഷമല്ലേ? എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി, എനിക്ക് ഒരുപാട് സന്തോഷമായി. പിന്നെന്താ, പിന്നെ ഗിഫ്റ്റൊക്കെ കിട്ടിയിരുന്നു. കുട്ടീൻ്റെ വകയൊക്കെ ഗിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അന്ന് ഇക്ക ഫുഡൊക്കെ ഓർഡർ ചെയ്തിരുന്നു. അൽഫാമും കുബൂസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മോന് അതൊക്കെ പോയി കൊണ്ടുവന്ന് പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിക്കുകയാണ്. മെയ് 24 ആയിരുന്നു വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പോൾ അതിൽ ഗിഫ്റ്റ് തരുന്നതും സർപ്രൈസ് ഇവരെല്ലാവരും കൊണ്ടുവരുന്നതും ഒക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാനൊന്നും അറിഞ്ഞിട്ട് ഞാൻ കിടന്ന് ഉറങ്ങിയപ്പോൾ കോളിംഗ് ബെല്ല് അടിക്കുന്നുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ അപ്പോൾ മോന് അന്ന് ബാംഗ്ലൂർക്ക് പോകാൻ നിൽക്കിയിരുന്നു. അന്ന് ഞങ്ങൾക്ക് അതിൻ്റെ തലേ ദിവസം ഒരു കല്യാണം ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് വന്നിട്ട് മോന് ബാംഗ്ലൂർക്ക് പോകാനുള്ള ഒരുക്കങ്ങളും ഡ്രസ്സ് പാക്ക് ചെയ്യലും അങ്ങനെ. ഇപ്പോൾ നിങ്ങളൊന്ന് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എന്താ പറയുക, പിന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. പിന്നെ നമ്മളെ ഫ്രണ്ട്സുകളുടെ വീഡിയോ ഒക്കെ നമ്മൾ കാണാറുണ്ട്. നമ്മളെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും, നമ്മളെ ഫാമിലിയിലുള്ളവരും ഫ്രണ്ട്സുകളും എല്ലാവരും നമ്മളെ വീഡിയോ കാണുന്നുണ്ട്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ചെരുപ്പാണ് നശ്വക്കുട്ടി എനിക്ക് ഗിഫ്റ്റ് കൊണ്ടുവന്നത്. പിന്നെ ഇത് നിതമോള് എഴുതിയതാണ്. അനിയൻ്റെ മോളിനെ, നശ്വാൻ്റെ താത്തയെ, നശ്വാനെ എല്ലാവർക്കും അറിയുണ്ടാവും, നശ്വാനി നേഹനെയൊക്കെ. നശ്വാൻ്റെ താത്ത നിതമോള് എഴുതിയതാണ് ഇത് കേട്ടോ. മാഷാ അല്ലാഹ്, നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ അവൾ ഇതിങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തുള്ളവരൊക്കെ ആരെങ്കിലും ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അവർ ചെയ്തു തരും. ഞാൻ ഇക്കാക്കും അവിടെ സർപ്രൈസ് കൊടുത്തിരുന്നു കേട്ടോ. ഇക്ക ഇതൊന്നും അറിയില്ല. അപ്പോൾ ഇക്കാൻ്റെ ഫ്രണ്ട്സുകളെ, ഇക്കാൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്രണ്ട് വരുന്ന മുന്നേ അവിടെ പാർട്ടി നടത്തണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഇക്കാൻ്റെ വേറൊരു ഫ്രണ്ടിന് മെസ്സേജ് അയച്ച് ഇക്കാക്ക് അവിടെ ഒരു കേക്കും പിന്നെ ഒരു ടീഷർട്ടൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ കൊടുക്കണം എന്നുണ്ട്. അവനെ അതൊക്കെ അവരോട് സെറ്റാക്കിന്. അപ്പോൾ ആ വീഡിയോ ഇതൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ ഒക്കെ എല്ലാവരും കാണും. അപ്പോൾ ഇതാ എനിക്കുള്ള സർപ്രൈസ് ആയിട്ട് ഇതാ എല്ലാവരും വരികയാണ്. ശരിക്കും സങ്കടമായി പോയിട്ടോ ഇതിങ്ങനെ കണ്ടത്. സങ്കടമല്ല, സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞ്. മോന് വന്ന് വെഡിങ് ആനിവേഴ്സറി ഒക്കെ പറഞ്ഞപ്പോൾ കേക്ക് മോനാണ് വാങ്ങിയത് കേട്ടോ. മോൻ്റെ ഞാൻ കേക്ക് വേണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ മോനാണ് കേക്ക് വേണമെന്നുണ്ട്. കേക്ക് വാങ്ങിയാണ് കേക്കൊക്കെ അവന് കൊണ്ടുവന്നു. പിന്നെ ഡ്രസ്സ് ഉണ്ടായിരുന്നു, കേക്ക്, പിന്നെ ചോക്ലേറ്റ്, അതൊക്കെ അങ്ങനെ സെറ്റാക്കി അവർ കൊണ്ടുവന്നു. സന്തോഷമായി, നല്ല ഒരുപാട് സന്തോഷമായി. ഇപ്പോൾ ഇതാ നശ്വക്കുട്ടി ഗിഫ്റ്റ് തരികയാണ്. ചെരുപ്പാണ് അവൾ തന്നത്. ഇപ്പോൾ ഈ ഒരു ഗിഫ്റ്റാണ്, ഇത് ഇവർ ചെയ്തതാണ് കേട്ടോ. നിച്ചും ഒക്കെ ചെയ്തത് തന്നെയാണ്. ഡ്രസ്സൊക്കെ ഇക്ക അങ്ങനെ പറഞ്ഞിട്ട് അവരങ്ങനെ ബോക്സൊക്കെ വാങ്ങി ഇതങ്ങനെ ചെയ്തതാണ്. ചുരിദാറും ചോക്ലേറ്റും ഒക്കെ ആയിരുന്നു അതിൽ. ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു ദിൽമോനക്ക്. ഇക്ക പറഞ്ഞതായിരുന്നു അവർക്ക് ഒരു ടീഷർട്ടൊക്കെ കൊടുക്കാൻ. അപ്പോൾ അവർക്ക് കൊടുത്ത് ഈ കാണുന്നത് ഇക്കാക്ക് കൊടുത്ത സർപ്രൈസാണ്. നിങ്ങളെ കൊണ്ടാട്ടി അതല്ല ആദ്യോ അതോടെ ഇരിക്കട്ടെ, അതോട് പിന്നെ എടുക്കാം. ആദ്യം അത് ടാപ്പ് ഉണ്ടാവും. കവർ ഒടുങ്ങി. ഇക്കാക്ക് കേക്കും ടീഷർട്ടുമാണ് ഞാനവിടെ സർപ്രൈസ് ആയിട്ട് അവരോട് അവിടെ കൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ അവർ കൊടുത്തിരുന്നു. അത് ഞാൻ കഴിഞ്ഞ വെഡ്ഡിങ് ആനിവേഴ്സറിക്കും കൊടുത്തിരുന്നു ഇക്കാക്ക് സർപ്രൈസൊക്കെ കേട്ടോ. പിന്നെ ഇത് ഇക്ക തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം ഇവിടുന്ന് ഇക്ക
ഇക്കാക്കാൻ്റെ മൂത്തച്ഛൻ്റെ മോൻ്റെ വൈഫൊക്കെ പോകുമ്പോൾ അവരെടുത്താണ് ഞാൻ കൊടുത്തയച്ചത്. അമീറ പോകുമ്പോൾ അവരെടുത്താണ് ഞാൻ കൊടുത്തയച്ചത്. അതും ഇക്ക പ്രതീക്ഷിക്കാതെ തന്നായിരുന്നു. ഇപ്പോൾ ഇപ്രാവശ്യം കൊടുത്തത് ഒട്ടും പ്രതീക്ഷ ഇല്ലാത്തതാണ്. അങ്ങനെ ഞാൻ ചെയ്യുന്ന ഇക്ക ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് കിട്ടിയ സർപ്രൈസ് നല്ല ഇഷ്ടമായിട്ട്, എനിക്ക് നല്ല സന്തോഷമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.